വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. ഒറിയോ കൊണ്ടുള്ളൊരു അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് 2 ലെയറായിട്ടാണ്. അതായത് മുകളിൽ ഗ്ലാസ് പുഡിങ്ങും അതുപോലെ തന്നെ താഴെ മിൽക്ക് വെച്ചിട്ട് ഒരു ലെയറുമാണ് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടി കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഇളനീർ കൊണ്ട് പുഡിംഗ് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ഒറിയോ വെച്ചിട്ടുള്ള മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കാം. ഇളനീർ വെള്ളത്തിൻ്റെ പുഡിങ്ങിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. അത് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10 മിനിറ്റ് മുമ്പേ വെച്ചിരുന്നു. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 6 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ നമുക്ക് ഇളനീർ വെള്ളം ചൂടാക്കി എടുക്കണം. അതിനായിട്ട് വേറൊരു പാന് അടുപ്പിൽ വെച്ചിട്ട് നമുക്കതിലേക്ക് ഇളനീരിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇതൊരു നോർമൽ മധുരമാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്താൽ മതി. ഇളനീർ വെള്ളവും ഏകദേശം തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പഞ്ചസാരയൊക്കെ നനഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇതിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ചൈന ഗ്രാസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൈന ഗ്രാസിൻ്റെ മിക്സ് നമുക്ക് പുഡിംഗ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ പുഡിംഗ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചൈന ഗ്രാസ് മെൽട്ടാവാതെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ചെയ്തില്ല എന്നുള്ളെങ്കിലും പ്രശ്നമൊന്നുമില്ല. കഴിക്കുന്ന സമയത്ത് പുഡിങ്ങിൽ ചൈന ഗ്രാസ് കടിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ആയാലും നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒന്നങ്ങ് ചൂടാറിയാൽ മതി. അതിനുശേഷമാണ് നമ്മൾ ഇത് പുഡിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. ഈ ഓവൽ ഷേപ്പിലുള്ള പുഡിംഗ് പ്ലേറ്റിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ ഒറിയോ പുഡിംഗ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മൾ ഒറിയോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ഒറിയോ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇതുപോലെ. ഇപ്പോൾ ഒറിയോ ബിസ്ക്കറ്റ് എല്ലാം പുഡിംഗ് പ്ലേറ്റിൽ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്ലാസ് പുഡിംഗ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, മെല്ലെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കൂടുതൽ ചൂട് പുഡിങ്ങിന് ഉണ്ടാവാനും പാടില്ല. പുഡിംഗ് മിക്സ് കുറച്ച് ചൂട് കുറവായിരിക്കണം, എന്നാൽ നന്നായിട്ട് തണുത്ത് പോവാനും പാടില്ല. അങ്ങനെ ആവുമ്പോൾ പുഡിങ് സെറ്റായി പോവും. അപ്പോൾ ഒന്ന് ചൂടാറുന്ന സമയത്ത് നമുക്ക് പുഡിംഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാൻ ചൂടോടെയാണ് കേട്ടോ ഇതിലേക്ക് പുഡിംഗ് മിക്സ് ഒഴിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ബിസ്ക്കറ്റ് അലിഞ്ഞിട്ടുണ്ട്. ബിസ്ക്കറ്റ് കവർ ചെയ്യുന്നത് വരെ പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന പുഡിംഗ് പാൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 6 ഒറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നില്ല. ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും പിന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 2 കപ്പ് പാലുണ്ടാവും. ചൈന ഗ്രാസ് ആണ് പിന്നെ വേണ്ടത്. ചൈന ഗ്രാസ് ഞാനിവിടെ ഒരു 8 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. 8 to 10 ഗ്രാം വരെ ചൈന ഗ്രാസ് എടുക്കാം.
ഇനി ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ചൈന ഗ്രാസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതേ സമയത്ത് തന്നെ വേറൊരു പാത്രത്തിൽ നമുക്ക് പാലും ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് പാല് പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി പാലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നന്നായിട്ടൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് പാലിൽ ഒന്ന് അലിഞ്ഞ് വന്ന് പാലൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൈന ഗ്രാസും ഇവിടെ മെൽട്ടായി വരുന്നുണ്ട്. ഇതും ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒറിയോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം. മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്താലും മതി. ഞാനിവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതൊന്ന് നമുക്ക് പാലിൻ്റെ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒറിയോ മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്ലാസ് പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തൊട്ട് നോക്കുന്ന സമയത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മിൽക്ക് പുഡിങ്ങിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പുഡിംഗ് മിക്സ് മുഴുവനായിട്ട് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒറിയോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു തുണി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ നനച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ പാത്രത്തിന് സൈഡ് ഭാഗങ്ങളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിച്ചെടുക്കുന്നുണ്ട്. ചൂട് തട്ടുന്ന സമയത്ത് നമുക്ക് പുഡിംഗ് ഇതിൽ നിന്നും പെട്ടെന്ന് ഇളകിപ്പോരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് അങ്ങ് അടർത്തിയെടുക്കണം. എന്നാലിത് പെട്ടെന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് പുഡിംഗ് ട്രേയിൽ വേണമെങ്കിലും സെർവ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെയർ തിരിച്ചൊന്ന് ചെയ്താൽ മതി. അതായത് നമ്മൾ ആദ്യം മിൽക്ക് പുഡിംഗ് ചെയ്തിട്ട് പിന്നെ അതിന് മുകളിലായിട്ട് ഗ്ലാസ് പുഡിംഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നേരിട്ട് നമുക്ക് പുഡിംഗ് ട്രേ വെച്ചിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഒറിയോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടാതെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.